കുഴിച്ചെടുക്കാനുണ്ട് രഹസ്യങ്ങൾ. എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഇത് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണം. അതോടൊപ്പം ചില എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ മണ്ണുകുഴിച്ചുള്ള പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. മാർക്ക് ചെയ്ത 3 ഇടങ്ങളിലാണ് ഇനി പരിശോധന ബാക്കിയുള്ളത്. 10 പോയിന്റുകളിൽ പരിശോധന പൂർത്തിയായെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിടാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. അതിനിടെ പരാതിയുമായി കൂടുതൽ പേർ അന്വേഷണ സംഘത്തെ സമീപിക്കുന്നുണ്ട്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള മണ്ണ് കുഴിച്ചുള്ള ആദ്യഘട്ട പരിശോധന ചൊവ്വാഴ്ചയോടെ പൂർത്തിയാകും. സാക്ഷി ചൂണ്ടിക്കാട്ടിയ 13 ഇടങ്ങളിലാണ് നിലവിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ 10 ഇടങ്ങളിലെ പരിശോധന ശനിയാഴ്ച പൂർത്തിയായി. ദേശീയപാതയോട് ചേർന്ന സ്ഥലത്തെ 2 പോയിന്റുകളും നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപമുള്ള 1 പോയിന്റിലുമാണ് പരിശോധന ബാക്കിയുള്ളത്. തെരച്ചിലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ SIT പുറത്തുവിട്ടിട്ടില്ല. പോയിന്റ് 6 നിന്ന് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയതിൽ മാത്രമാണ് സ്ഥിരീകരണം. ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച ഇവയുടെ പ്രാഥമിക പരിശോധനാ ഫലം ബുധനാഴ്ച ലഭിച്ചേക്കും. അതിനുശേഷം സംസ്ഥാന പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണാൻ ഇടയുണ്ട്. സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയുള്ള അന്വേഷണവും ആരംഭിച്ചു. പരാതി പിൻവലിക്കുന്നതിനായി കേസിൽ പ്രതി ചേർക്കുമെന്ന് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തി. ബെൽത്തങ്ങാടിയിലും മംഗളൂരുവിലും ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിലാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിട്ടുള്ളത്. KV ബൈജു, News 18, ധർമ്മസ്ഥല.